പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ആരോപണം കടുപ്പിച്ച് പരാതിക്കാർ. നടനും ബി.ജെ.പി. നേതാവുമായ ജി. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ ആരോപണം കൂടുതൽ കടുപ്പിച്ച് പരാതിക്കാർ. വസ്ത്രം പിടിച്ചു വലിക്കുകയും പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് ആരോപണം. ജീവനക്കാർ നൽകിയ പരാതിയിലെ എഫ്ഐആറിലും സമാന വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാർ, മകൾ ദിയ കൃഷ്ണ, ഭാര്യ സിന്ധു കൃഷ്ണകുമാർ തുടങ്ങി 6 പ്രതികൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കേസിൽ തിടുക്കത്തിൽ നടപടി വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്നാൽ പരാതിക്കാരുടെ തട്ടിപ്പിന് പിന്നിൽ വലിയ സംഘമുണ്ടോ എന്ന് സംശയിക്കുന്നതായി ജി. കൃഷ്ണകുമാറിന്റെ കുടുംബം ആരോപിക്കുന്നു. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം കേസിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസ് നീക്കം. പരാതി നൽകിയ ഇരുവിഭാഗക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ, CCTV ദൃശ്യങ്ങൾ തുടങ്ങിയവ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം. മ്യൂസിയം SHOയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ 3 വനിതാ ജീവനക്കാരുടെ ആരോപണങ്ങളെല്ലാം കൃഷ്ണകുമാറും കുടുംബവും വീണ്ടും നിഷേധിച്ചു. ജാതീയമായി അപമാനിച്ചുവെന്ന ആരോപണം മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് എന്നാണ് പ്രതികരണം. അതേസമയം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നതെന്നും ലക്ഷക്കണക്കിന് രൂപ വായ്പയെടുത്താണ് മകൾ ദിയ കൃഷ്ണ സ്ഥാപനം ആരംഭിച്ചതെന്നും പണം പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ വേദനയാണ് ഉണ്ടായതെന്നും അപ്പോൾ ആ രീതിയിൽ ചോദ്യം ചെയ്തുവെന്നും കൃഷ്ണകുമാർ പറയുന്നു. ജീവനക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ തെളിവുണ്ടെങ്കിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ പണം എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പണം നൽകിയതിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ആ കുട്ടികൾ നൽകട്ടെ.